നമസ്കാരം. അപ്പോൾ ബ്രദേഴ്സ് ബേക്കറി റെസ്റ്റോറൻറ്റ്, അതായത് ചേന്നമംഗലം ജംഗ്ഷനിലുള്ള ബ്രദേഴ്സ് ബേക്കറി റെസ്റ്റോറൻറ്റിലാണ് കുറേ ദിവസങ്ങളായി നമ്മൾ ഇതുപോലത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. കാരണം മഴയൊക്കെ ഇല്ലേ. അപ്പോൾ ചൂടൻ എണ്ണയിലിട്ട് പൊരിച്ച പഴംപൊരി, ഇങ്ങനെ ചൂടായിട്ടുള്ള എണ്ണ ഇങ്ങനെ തിളക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇടുന്ന പഴം, എൻ്റെ പൊന്നോ ഒന്നും പറയാനുള്ളത്. കാണണം, അതൊന്ന് കഴിച്ച് നോക്കണം, എന്താ ടെസ്റ്റ്. അപ്പോൾ എണ്ണ തിളച്ച് കഴിയുമ്പോൾ മാവിൽ മുക്കിയിടുന്ന പഴം തിരിച്ചും മറിച്ചും ശേഷം അവസാനം പഴം പൊരി, അതിനൊപ്പം ഒരു ചൂടൻ ചായയും പോരാത്തിന് നല്ല മഴയും, എന്താ വൈബ്. സത്യത്തിൽ പഴംപൊരി പാചകം ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. രാവിലെ 6 മണിക്ക് ശേഷം തുറക്കുന്ന ഈ ഒരു കടയിൽ എപ്പോഴും തിരക്കായിരിക്കും. കാരണം ചൂടൻ കടിയും ചൂടൻ ചായയും. സത്യത്തിൽ സിനിമാ സംബന്ധമായുള്ള വീഡിയോസിനാണ് ഈ ഒരു ചാനലിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ആഹാരം പാചകം ചെയ്യുമ്പോൾ നല്ലൊരു ഹോട്ടലിൽ കയറിയാൽ അല്ലെങ്കിൽ നല്ലൊരു ചായക്കടയിൽ കയറിയാൽ അവിടെ പാചകം ചെയ്യുന്ന കടികൾ എന്ത് തന്നെ ആയിക്കോട്ടെ, വായിൽ വെള്ളമൂറും. തീർച്ചയായിട്ടും അതുള്ള വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പഴംപൊരി ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ തൊട്ട് പുറയിലേക്ക് നോക്കിയപ്പോൾ പഴം മാവിൽ മുക്കി തിളച്ച എണ്ണയിൽ ഇടുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയും കൂടി ഞാൻ പകർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴം രണ്ടായി മുറിക്കുന്നത് നിങ്ങളൊന്ന് കാണണം. ഒരേ പഴങ്ങൾ കയ്യിലെടുത്ത് രണ്ടായിട്ട് ഭാഗിച്ചതിന് ശേഷമാണ് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ആ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടണമെങ്കിൽ കൈപുണ്യം എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സത്യത്തിൽ പാചകം ചെയ്യുന്നത് വലിയൊരു കല തന്നെയാണ്. പക്ഷെ ചിലർ ചെയ്യുമ്പോൾ അത് കൊലയായിട്ട് മാറാറുമുണ്ട്. കൊലയായിട്ട് മാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തെറ്റിദ്ധരിക്കും. പക്ഷെ അതൊന്നുമല്ല, ഈ വാങ്ങിക്കഴിക്കുന്നവന് ദഹിക്കണ്ടേ, വായിൽ ടേസ്റ്റ് വേണ്ടേ. അതുകൊണ്ട് തന്നെയാണ് കൊലയോട് ഉപമിച്ചത്. അപ്പോൾ മാറി നിന്ന് ചായ കുടിക്കുമ്പോഴും ആ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു ദൃശ്യ ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. എന്താ ഭംഗി. തിളക്കുന്ന എണ്ണയിൽ രണ്ടായി ഭാഗിച്ച പഴം മാവിൽ മുക്കി ചൂടായ എണ്ണയിലിട്ടാൽ അത് താൻ പഴംപൊരി. എന്താ വരി. പഴംപൊരി പാചകം ചെയ്യുന്നത് കണ്ട് മനസ്സിൽ വന്ന വരികളാണേ. അപ്പോൾ പഴംപൊരി പാചകം ചെയ്യുന്ന ആ ഒരു കാഴ്ച കണ്ടു നിന്നപ്പോഴാണ് ചില്ലുംകൂടിനകത്ത് പഴംപൊരി മാത്രമല്ല, ഉണ്ടംപൊരി, ഉഴുന്നുവട, സവാള വട. രാവിലെ 6 മണിക്ക് ശേഷം ചൂടൻ ചായയും കടിയും വേണ്ടവർ ബ്രദേഴ്സ് ബേക്കറി ചേന്നമംഗലം ജംഗ്ഷനിലേക്ക് പോകുന്നുള്ളൂട്ടാ. ചൂടൻ ചായയും കടികളും നല്ല സ്വയംഭനായിട്ട് കഴിക്കാം.